ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എനിക്ക് അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് എപ്പോഴും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റി. കുറച്ച് കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് എന്താ ഇടേണ്ടത്, എന്ത് കണ്ടൻറ്റൊന്നുമില്ല. പിന്നെ ഞാൻ തുടങ്ങിയിട്ട് ആരെങ്കിലും കാണുമോ, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ടായിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും തുടങ്ങിക്കളയാം. നമുക്കൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു മാർഗം ഇല്ലാണ്ടിരിക്കില്ല, ഈശ്വരനത് തരാണ്ടിരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ച്. ഞാൻ കാണുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങളിലും കൂടി എത്തിക്കണം. അങ്ങനെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. എന്നെക്കൊണ്ടത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അധികം സംസാരിച്ചിട്ട് വലിയ ശീലമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ലോങ് വീഡിയോ എടുക്കും, എങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കും, അങ്ങനെയൊക്കെ. പക്ഷേ എന്നിരുന്നാലും എന്തായാലും എന്നെക്കൊണ്ട് പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ തന്നെയല്ലേ എല്ലാവരും പഠിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഹാപ്പിയാണ്. കുറച്ചാളെങ്കിലും എൻ്റെ വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അത് തന്നെ ഭയങ്കര ധാരാളമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോ കാണുന്നവർക്കും അത് സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് പ്രധാനമായിട്ടും അമ്പലത്തിൽ പോകാൻ കാരണം ഇവളുടെ ബർത്ത്ഡേ ആണ്. ഇതെൻ്റെ മാമൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ വന്നതാണ്. അപ്പോഴാണ് ഇന്നറിഞ്ഞ് ഇവിടെ പ്രതിഷ്ഠാ ദിനമാണ്. അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റേതായ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഉപ്മാവ്, ചായ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഈ സമയത്ത്. നല്ല മഴക്കാറൊക്കെ ആയിട്ട് നല്ലൊരു കുറച്ച് ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. 2 മണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ല. അന്ന് ഉച്ചക്കത്തെ അവിടുത്തെ അന്നദാനം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ വകയായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ അമ്പലത്തിൻ്റെ സ്റ്റേജിൽ അവിടുത്തെ ചേച്ചിമാരുടെ കുറച്ച് ഡാൻസ് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. എല്ലാവരും 30+ ഏജ് കാറ്റഗറിയിലുള്ളവരാണ്. പറയാതിരിക്കാൻ പറ്റില്ല, അവരുടെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ദെൻ ഞങ്ങൾ പായസമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ പേരിൽ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. താങ്ക് യു കേട്ടോ. ബൈ.